Hi dear students, welcome to Mohan School of Maths. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർക്കിൾസ് എന്ന ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇത് നമുക്ക് അതിലെ ഫസ്റ്റ് എക്സസൈസ് സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസ് പേജ് നമ്പർ 68 നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us മൂവ് ടു ക്ലാസ്. ഇറ്റ്സ് മീ മോഹൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. Prove that the line joining the centers of two intersecting circles is the perpendicular bisector of the line joining the points of intersection. See, in the picture you can see there are two circles. Two circles are intersecting at two distinct points. This point is what? A, and this point is what? B. Okay, two circles intersecting at what? A and B. And let P and Q are the centers of circles. P and Q are the centers of the circle. And what is asked to prove? They asked to prove that the line joining the centers, അല്ലേ, വൃത്തങ്ങളുടെ കേന്ദ്രങ്ങൾ യോജിപ്പിക്കുന്ന വര എന്ത് ചെയ്യുന്നു? ഈ വരയെ വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയെ എന്ത് ചെയ്യുന്നു? സമഭാഗം ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ലംബ സമഭാജിയാണെന്ന് പ്രൂവ് ചെയ്യണം. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ക്യു ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി. പി ക്യു എന്താണ്? എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം, പിന്നെയോ ബൈസെക്ടർ ആണെന്നും പ്രൂവ് ചെയ്യണം. നമുക്ക് ലെറ്റ് ദിസ് പോയിന്റ് ഈസ് O. Point is O. So we have to prove two things. One is what? We have to prove that PQ is perpendicular to AB. Okay, we have to prove PQ is what? Perpendicular to AB. PQ എന്താണ്? ABക്ക് ലംബമാണ് എന്ന് പ്രൂവ് ചെയ്യണം. Also we have to prove that, no? Also we have to prove that OA is equal to what? OB. OAയും OB എന്താണ്? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. Then only what? Then only PQ is the perpendicular bisector of AB. Perpendicular ആണ്, bisector. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കാം? Here we can just join the point PA and what? PB, AQ and what? BQ. Okay, now join ചെയ്യുന്നു. Now we can consider triangle PAQ and triangle what? PBQ. ഇതൊക്കെയാണ് triangle PAQ and triangle PBQ. Consider triangle PAQ and what? Triangle PBQ. ത്രികോണം PAQവും ത്രികോണം PB. PAQ and what? PB. ഈ രണ്ട് ത്രികോണങ്ങൾ പരിഗണിക്കാം. എന്താണ് പ്രത്യേകത? നമുക്ക് മനസ്സിലാവും, വളരെ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാവും. എന്താണ്? പി എ സമം എന്താണ്? പി ബി ആണ് അല്ലേ? ഇൻ ദീസ് ടു ട്രയാങ്കിൾസ് പി എ ആൻഡ് പി ബി ആർ ഈക്വൽ. പി എന്താണ്? പി ബിക്ക് ഈക്വൽ ആണ്. ആൻഡ് ആൾസോ ദിസ് വാട്ട്? ക്യു എ ഇസ് ഈക്വൽ ടു വാട്ട്? ക്യു ബി. ക്യു എ ഇസ് ഈക്വൽ ടു വാട്ട്? ക്യു ബി ആണ് അല്ലേ? ഈ ക്യു എ എന്ന വശവും ക്യു ബി എന്ന വശം എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ രണ്ട് വശം ഈക്വൽ ആയല്ലോ. കൂടാതെ എന്താ പി ക്യുവിൻ്റെ പ്രത്യേകത? പി ക്യു ഈസ് ഈക്വൽ ടു പി ക്യു ആണ് അല്ലേ? ഇത് കോമൺ സൈഡാണ്. പി ക്യു എന്താണ്? രണ്ട് ട്രയാങ്കിളിലെയും പൊതുവായ വശമാണ്. സോ ഇൻ ദീസ് ടു ട്രയാങ്കിൾസ് ഓൾ ദ ത്രീ സൈഡ്സ് ആർ ഈക്വൽ. ഈ രണ്ട് ത്രികോണങ്ങളിലും എന്താണ്? എല്ലാ വശങ്ങളും എന്താണ്? തുല്യമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചില്ലേ അല്ലേ? രണ്ട് ത്രികോണങ്ങളുടെ എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങൾ എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്. ഇഫ് ഓൾ ദ ത്രീ സൈഡ്സ് ഓഫ് വൺ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ത്രീ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, ട്രയാങ്കിൾസ് ആർ സെറ്റ് ടു ബി ഈക്വൽ. അവ ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ട് ട്രയാങ്കിൾസ് എന്താണെങ്കിൽ? ഈക്വൽ ആണെങ്കിൽ അവയുടെ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ എ ക്യു എന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഈ ബി ക്യു എന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഈ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഞാൻ ഈ ആംഗിളിനെ ആംഗിൾ 1 എന്നും ഈ ആംഗിളിന് ആംഗിൾ 2 എന്നും പേര് കൊടുത്താൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ 1 ഈസ് ഈക്വൽ എന്തായിരിക്കും? ആംഗിൾ 2 ആയിരിക്കും. ഇവിടെ വേണേൽ നമുക്ക് എന്താ എഴുതാം? ഇവിടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് എഴുതാം. ട്രയാങ്കിൾ പി എ ക്യു ആൻഡ് വാട്ട്? ട്രയാങ്കിൾ പി ബി ക്യു ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ദേ ആർ വാട്ട്? ഈക്വൽ ട്രയാങ്കിൾസ്. Therefore angle 1 is equal to what? Angle 2. Angle 1 is equal to angle. What is the reason for this? Angle opposite to equal side. തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ.
അപ്പോൾ നമുക്ക് നോക്കൂ ആംഗിൾ 1ഉം ആംഗിൾ 2 എന്താണ് തുല്യമാണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ POA എന്ന ട്രയാങ്കിളും POB എന്ന ട്രയാങ്കിളും പരിഗണിക്കാൻ പോകണേ. നോക്കോളൂ, വി ആർ ഗോയിങ് ടു കൺസിഡർ ട്രയാങ്കിൾ PAO ആൻഡ് ട്രയാങ്കിൾ PBO. ഈ രണ്ട് ത്രികോണങ്ങളുടെയും പ്രത്യേകത എന്താണ്? ഈ രണ്ട് ത്രികോണങ്ങളിൽ ഏതൊക്കെയാണ് തുല്യവശങ്ങൾ? PA സമം എന്താണ്? PB ആണല്ലേ. PA സമം PB ആണ്. PA ആൻഡ് PB ആർ വാട്ട്? ഈക്വൽ സൈഡ്. എന്തുകൊണ്ട് തുല്യമാണ്? കാരണം PA റേഡിയസ് ആണ്, PB എന്താണ്? റേഡിയസ് ആണ്. കൂടാതെ എന്താണ് POയുടെ പ്രത്യേകത? PO ഇസ് ഈക്വൽ ടു PO ആണ് അല്ലേ. കോമൺ സൈഡ് അല്ലേ. PO എന്താണ്? രണ്ട് ത്രികോണങ്ങളുടെയും വശമാണ്. ഓക്കെ, നമ്മൾ ട്രയാങ്കിൾ PAO, ട്രയാങ്കിൾ PBO ഈ രണ്ട് ത്രികോണങ്ങളിൽ PA സമം എന്താണ്? PB ആണ്. കൂടാതെ PO ഈക്വൽ ടു വാട്ട്? PO കോമൺ സൈഡാണ്. മാത്രമല്ല ഈ രണ്ട് വശങ്ങൾക്ക് അകത്തുള്ള കോൺ ഇൻക്ലൂഡിങ് ആംഗിൾ എന്ന് പറയും അല്ലേ. ആംഗിൾ 1ഉം ആംഗിൾ 2 ഈക്വൽ ആണല്ലോ. ആംഗിൾ 1 ഇസ് ഈക്വൽ ടു ആംഗിൾ 2. അപ്പോൾ രണ്ട് വശങ്ങൾ തുല്യമാണ്, അവയ്ക്കിടയിലുള്ള കോണുകൾ തുല്യമാണ്. ഇഫ് ടു സൈഡ്സ് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ, ഇഫ് ടു സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ആർ ഈക്വൽ ടു വാട്ട്? ടു സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഓഫ് അനദർ ട്രയാങ്കിൾ. ഒരു ത്രികോണത്തിൽ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും അവയ്ക്കിടയിലുള്ള കോണുകൾക്കും തുല്യമാണെങ്കിലും ത്രികോണങ്ങൾ എന്താണ്? തുല്യമാണ്. ത്രികോണങ്ങൾ എന്താണ്? തുല്യമാണ്. പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈക്വൽ ട്രയാങ്കിൾസ് പഠിച്ചില്ലേ. സോ ട്രയാങ്കിൾ PAO ആൻഡ് ട്രയാങ്കിൾ വാട്ട്? PBO ആർ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ. ഈ രണ്ട് ത്രികോണങ്ങളാണ് എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്. ഇനി നമുക്കറിയാം ഇഫ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ ദർ വാട്ട്? സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ 1 എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണെന്ത്? OA. ഈ 2 എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണെന്ത്? OB. OA ഈക്വൽ എന്തായിരിക്കും? OB ആയിരിക്കും. വി ക്യാൻ റൈറ്റ് വാട്ട്? OA ഇസ് ഈക്വൽ ടു OB. പറഞ്ഞു മനസ്സിലായല്ലോ. ഈ ദീസ് ടു ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഏതെല്ലാം ട്രയാങ്കിൾസ് ആണ്? ട്രയാങ്കിൾ PAOയും ട്രയാങ്കിൾ PBO എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് ആ ഈക്വൽ ട്രയാങ്കിൾസിൽ തുല്യ ആംഗിൾ ഈക്വൽ ആംഗിൾസ് വരുന്ന ഏതാണ്? ആംഗിൾ 1ഉം 2 അല്ലേ. അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്തൊക്കെയാണ്? OAയും OB എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. OA ഇസ് ഈക്വൽ ടു OB. സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ലേ. OA ഇസ് ഈക്വൽ ടു OB. സോ OA ഇസ് ഈക്വൽ ടു OB എന്ന് പറയുന്ന അർത്ഥം ദാറ്റ് മീൻസ് PQ ഈസ് ബൈസെക്ടർ ഓഫ് വാട്ട്? AB ആണ്. PQ എന്താണ്? ABയുടെ ബൈസെക്ടർ ആണ് അല്ലേ. നമുക്ക് രണ്ട് കാര്യം പ്രൂവ് ചെയ്യണം. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? PQ is the perpendicular bisector of AB. അപ്പോൾ PQ ABയുടെ ബൈസെക്ടർ ആണ് ആസ് വെൽ ആസ് പെർപെൻഡിക്കുലർ ആണ്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? we have to prove perpendicular. In triangle PAO and what? PBO അല്ലേ. ഈ ട്രയാങ്കിൾ എന്താണ്? ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തതാണ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ POA ആൻഡ് ആംഗിൾ POB എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കുമല്ലോ. ആംഗിൾ POAയും ആംഗിൾ POB എന്തായിരിക്കും? ഈക്വൽ. എന്തുകൊണ്ട് ഈക്വൽ ആണ്? കാരണം ഇവിടെ ഈ രണ്ട് ത്രികോണങ്ങളിൽ അല്ലെ PA എന്ന വശവും PB എന്ന വശം എന്താണ്? ഈക്വൽ ആണ്. സോ ഈ PAയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ആംഗിൾ POA ആണ്. PBയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? POB ആണ്. അപ്പൊ PA എന്ന വശവും PB എന്ന വശവും ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പഠിച്ചില്ലേ നമ്മൾ കഴിഞ്ഞ വർഷം? ഇഫ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ, angle opposite to equal sides are equal. Angles, these two angles opposite to what? Equal sides are equal. So angle POA is equal to what? Angle POB. എന്നാൽ ഈ രണ്ട് ആംഗിൾസ് വേറെ പ്രത്യേകത ഉണ്ടല്ലോ. എന്താ പ്രത്യേകത? ആംഗിൾ POA പ്ലസ് ആംഗിൾ POB എന്താണ്? ഇറ്റ് ഈസ് ഹൗ മച്ച് ഇറ്റ് ഈസ്? ഇറ്റ് ഈസ് 180 ഡിഗ്രി ആണ് അല്ലേ. ആംഗിൾ POA പ്ലസ് ആംഗിൾ POB എന്താണ്? 180. എന്തുകൊണ്ട് 180 ആണ്? കാരണം ദേ ആർ ലീനിയർ പെയർ ആണ് അല്ലെ. രേഖീയ ജോഡികളാണ്. സോ ദർ സം ഈസ് വാട്ട്? 180. അപ്പൊ ഈ രണ്ട് സ്റ്റേജുകൾ നോക്കൂ. ആംഗിൾ POA ഇസ് ഈക്വൽ എന്താണ്? ആംഗിൾ POB ആണ്. ഓൾസോ ആംഗിൾ POA പ്ലസ് ആംഗിൾ POB എന്താണ്? 180 ഡിഗ്രി ആണ് അല്ലെ. രണ്ട് ആംഗിൾ തുല്യമാണ്, അവയുടെ സം എത്രയാണ്? 180 ആണ്. എന്ന് സംഭവിക്കുക രണ്ടും എന്തായിരിക്കണം? 90 ആവണ്ടേ അല്ലെ. രണ്ട് ആംഗിളുകൾ തുല്യമാണ്, അവയുടെ തുക എത്രയാണ്? 180 ഡിഗ്രി ആണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും? ആ ഓരോ ആംഗിൾ എന്തായിരിക്കും? 90 ആയിരിക്കും. സോ ആംഗിൾ POA is equal to ആംഗിൾ POB ഈക്വൽ എന്തായിരിക്കും? 90 ആയിരിക്കും. That means this angle is 90, this angle is what? 90.
എന്താ അർത്ഥം? These two angles are 90 means this line is not perpendicular to AB. PQ is perpendicular to what? AB ആണെന്ന് മനസ്സിലായി. അപ്പോൾ PQ is perpendicular to AB and also we proved what? OA is equal to what? OB, no? We proved what? OA and what? OB are equal. അല്ലേ? പ്രൂവ് ചെയ്തില്ലേ? OA is equal to OB എന്ന്. അപ്പോൾ OA OB തുല്യമാണ്. കൂടാതെ എന്താണ്? PQ എന്താണ്? AB ക്ക് perpendicular ആണ്. That means PQ is the perpendicular bisector of AB ആണ്. PQ എന്താണ്? AB യുടെ perpendicular bisector ആണ്. Perpendicular ആണ്, bisector ആണ്. So proved. Okay, this is the proof of this question. Very important question. Okay. Question number 2. The picture on the right shows two circles centered on the same point and a line intersecting them. Prove that the parts of the line between the circles on either side are equal. Prove that the parts of the line between the circles on either sides are equal. See, in the figure, there are two circles. There are two circles with what? Same center. Same center. And what? There is a line intersecting these two circles. So we can given, let what this point is A and this point is what? B. And what? Let here it is what? C and here it is what? D. And let what? O is the center of the circle. So what they asked to prove? They asked to prove the line segment between circles, this AC and what? This BD are equal. We have to prove AC and BD are equal. How can you prove this AC and BD are equal? Very easily we can prove that here AB is a chord. AB is a chord of the bigger circle. And from center, if you draw a perpendicular, you draw what? A perpendicular, suppose OP. Okay. നമ്മൾ പഠിച്ചിട്ടുണ്ട് the perpendicular from the center what? Bisects the chord. So OP is what? Perpendicular to what? AB. Since what? Since OP is perpendicular to AB. OP എന്താണ്? AB ക്ക് ലംബമായതുകൊണ്ട് this perpendicular bisects the chord, divides the chord to equal parts. Therefore, we can write what? AP is equal to what? BP. AP is equal to BP. Understand? Since the perpendicular from the center bisects the chord, AP and what? BP are equal. Now again, what is CD? See, CD is the chord of the small circle. CD is what? Chord of small circle. And also what? OP is what? Perpendicular to CD. OP is perpendicular to what? CD. Since OP is perpendicular to CD, അല്ലേ? OP എന്തിനു ലംബമാണ്? CD-ക്കും ലംബമായതുകൊണ്ട് OP CD-ക്കും ലംബമായതുകൊണ്ട് എന്ത് ചെയ്യും? ഈ OP എന്ന ലംബം CD എന്ത് ചെയ്യും? രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കും. അല്ലേ? OP divides CD into what? Two equal parts. That means what? CP and what? DP are equal. We can write CP is equal to what? DP. Mark 2. Okay. The perpendicular from center bisects the chord. CD എന്ന കോഡിനെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കുന്നു എന്ന് പറഞ്ഞാൽ CPയും DP എന്താണ്? തുല്യമാണ്. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ. സോ AP minus CP, AP minus CP is equal to BP minus DP, BP minus DP. എന്താണ് AP minus CP? See from the figure, AP minus CP എത്ര കിട്ടും? It is AC. Sure no? AP minus CP is equal to AC. That's equal to BP minus DP. BP minus DP is equal to what? It is BD. It is what? BD. So AC is equal to what? BD. We got AC and what? BD are equal. So this is the proof of this question. Okay. Now question number 3. The figure shows two chords drawn on either side of a diameter. What is the length of the other chord? What is the length of the other chord? Okay, see on the board. In the figure, there are
two chords. There are what? Two chords. These are the two chords on either side of the diameter. Here what? This is the diameter and these two are what? Chords. And the angle is given. This angle is 30 degree. This angle is also what? 30 degree. And the length of one chord is 3 centimeter. And we have to find the length of the other chord. Let me mark this point A. AB is one chord. AC is what? The second chord. So AB and AC are what? Two chords. AB is what? 3 centimeter. And what we have to find? We have to find the length of AC. AC എന്ന ഞാനിന്റെ നീളം കണ്ടുപിടിക്കണം. Let you know, this point you can mark center. Center is on the diameter, no? So this point is what? Center. Now from center, you draw a perpendicular toward AB. Let what? It is OP, and from what? O, draw what? Another perpendicular OK. So OP and what? OQ are perpendicular toward AB and AC respectively. Okay. Draw what? OP and what? OQ. Draw OP and OQ perpendicular to what? AB and what? AC. Okay. Draw perpendiculars OP and what? OQ toward AB and AC from what? O. Now we consider these two triangles. There are two triangles now. What is triangle? One triangle is triangle AOP and one triangle is what? Triangle AOP. So in triangle AOP and what? Triangle AOQ, we are considering these two triangles. രണ്ട് ത്രികോണങ്ങളുണ്ട്, നമ്മൾ പരിഗണിക്കാം. ഏതെല്ലാം പാർട്സ് ആണ് ഈക്വൽ നോക്കൂ. ഇവിടെ ഈ രണ്ട് ത്രികോണങ്ങളിലും എന്താ AOന്റെ പ്രത്യേകത? This AO is what? Common. Okay, the side AO is common to both. So we can write what? AO is equal to AO. AO എന്ന സൈഡ് എന്താണ്? രണ്ട് ത്രികോണത്തിന്റെയും പൊതുവായ വശമാണ്. So AO is equal to what? AO. Now this angle is 30 degree given. This angle also what? Given 30. So what is the name of this angle? Angle OAP equal to what? Angle OAQ. Angle OAP is equal to angle OAQ equal to what? 30 degree. Both angles are what? Given equal. Now this angle is what? 90 degree. This also what? 90 degree. So these two angles are already equal. This angle is 90. This also what? 90. So two angles are equal. ഈ രണ്ട് ത്രികോണങ്ങളുടെയും രണ്ട് കോണുകൾ എന്താണ്? തുല്യമാണ്. ഇപ്പോൾ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും? മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഏതാ മൂന്നാമത്തെ കോണ്? ദിസ് ഈസ് ദ തേർഡ് ആംഗിൾ. ഓക്കെ, ദിസ് ആംഗിൾ ഇസ് ഈക്വൽ ടു വാട്ട്? ദിസ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളിലെയും ഈ കോൺ തുല്യമാണ്. ഇത് 90 ആണ്, ഇത് 90 ആണ്, തുല്യമാണ്. അപ്പോഴോ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? തുല്യമായിരിക്കും. വിച്ച് ആംഗിൾ? ആംഗിൾ AOP ഈക്വൽ ടു വാട്ട്? ആംഗിൾ AOQ. ആംഗിൾ AOP ഈസ് ഈക്വൽ ടു വാട്ട്? ആംഗിൾ AOQ. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളിൽ ഒരു വശം തുല്യമാണ് അല്ലേ? വൺ സൈഡ് ഈസ് ഈക്വൽ. ആ സൈഡിൻ്റെ രണ്ട് എൻഡിലുള്ള കോണുകൾ എന്താണ്? തുല്യമാണ്. നമ്മൾ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ് പഠിച്ചത് എന്താണെന്ന് പറയുമോ? രണ്ട് ത്രികോണങ്ങളുടെ അല്ലേ ഓരോ വശം തുല്യമായിരിക്കുകയും ആ വശങ്ങളുടെ രണ്ട് അറ്റത്തുള്ള കോണുകൾ തുല്യമായിരിക്കുകയും ചെയ്താൽ ത്രികോണങ്ങൾ എന്തായിരിക്കും? തുല്യ ത്രികോണങ്ങളായിരിക്കും അല്ലേ? ഇഫ് വൺ സൈഡ് ആൻഡ് ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ആർ ഈക്വൽ, ഒരു വശവും അവയുടെ എൻഡ് പോയിന്റ്സ് അല്ലേ അറ്റത്തുള്ള കോണുകളും തുല്യമാണെങ്കിൽ triangles are what? Equal. So these two triangles are what? Equal triangles. Triangle AOP and what? Triangle AOQ are equal triangles. എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ if two triangles are equal, surely their what? Sides opposite to equal angles are equal. രണ്ട് ത്രികോണങ്ങൾ എന്താണെങ്കിൽ തുല്യമാണെങ്കിൽ അവയുടെ തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. സോ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് നോക്കൂ? AP അല്ലേ? അപ്പോൾ AP എന്ന സൈഡും ഈ ആംഗിളിന് ഓപ്പോസിറ്റ് എന്താണ്? AQ എന്തായിരിക്കും? തുല്യമായിരിക്കുമല്ലോ. സോ വി ക്യാൻ റൈറ്റ് വാട്ട്? AP ഈസ് ഈക്വൽ ടു AQ. മനസ്സിലായില്ലേ? ഈ രണ്ട് ത്രികോണങ്ങൾ എന്താണ്? തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡായ APയും ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ ഇതാണ് AQ എന്തായിരിക്കും? തുല്യമായിരിക്കും. AP ആൻഡ് AQ ആർ ഈക്വൽ. എന്താ കാരണം? കാരണം എന്താണ്?
തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശം എന്തായിരിക്കും? തുല്യമായിരിക്കും. സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ഇനി എ പിയും എക്കും ഈക്വലാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാറിയോ? ഈ എ പിയെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എ ക്യു എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ബൈ 2. രണ്ട് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൾട്ടിപ്ലൈ ബൈ 2 ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ എ പി ഈസ് ഈക്വൽ ടു എ ക്യു ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് 2AP ഈസ് ഈക്വൽ ടു വാട്ട്? 2AQ. ശരിയല്ലേ? എ പി എന്താണ്? എ ക്യുവിന് തുല്യമാണെങ്കിൽ 2AP എന്തായിരിക്കും? 2AQ ആയിരിക്കും. അപ്പോൾ എ പിയുടെ ഡബിൾ എന്താണ്? 2AP എന്തായിരിക്കും? അത് എ ബി ആയിരിക്കും. കാരണം എന്താണ്? എ പിയും പി ബി എന്താണ്? എല്ലായ്പ്പോഴും ഈക്വൽ ആണ്. ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ബൈസെക്ട്സ് ദ കോഡ് എന്നാണ്. അപ്പോൾ എ പിയുടെ ഡബിൾ ആയിരിക്കും എന്ത്? എ ബി. എന്തായിരിക്കും എ ക്യൂയുടെ ഡബിൾ? അതെന്തായിരിക്കും? എ സിയും ആയിരിക്കും. സോ 2AP മീൻസ് വാട്ട്? ഇറ്റ് ഈസ് എ ബി. ആൻഡ് വാട്ട് ഈസ് 2AQ? ഇറ്റ് ഈസ് വാട്ട്? എ സി. പറഞ്ഞ മനസ്സിലായില്ലേ? എ പിയും പി ബി എന്താണ്? തുല്യമാണ്. അല്ലെങ്കിൽ എ പി എന്താണ്? എ ബിയുടെ പകുതിയാണ്, ഹാഫാണ്. കാരണം എന്താണ്? ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ബൈസെക്ട്സ് ദ കോഡ്. സോ ദ ഡബിൾ ഓഫ് എ പി എന്ത് തുല്യമായിരിക്കണം? എ ബി ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് ഡബിൾ ഓഫ് എ ക്യു? ഇറ്റ് ഈസ് എ സി. സോ ഡബിൾ ഓഫ് എ പി ഈസ് ഈക്വൽ ടു എ ബി ആൻഡ് ഡബിൾ ഓഫ് എ ക്യു എന്താണ്? എ സി ആണ്. സോ എ ബിയും എ സി എന്താണ്? തുല്യമാണ്. അപ്പോൾ എ ബിയും എ സിയും തുല്യമാണെങ്കിൽ given that AB is what? 3 centimeter. So what is AQ? AC? AC also 3 centimeter. So we can write what? AC is equal to AB is equal എന്താണ്? 3 centimeter. അല്ലേ? AB എത്രയാണ്? 3 centimeter ആയതുകൊണ്ട് AC തന്നെയായിരിക്കും 3 centimeter ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സർക്കിൾ എന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ എക്സർസൈസിലെ ആദ്യത്തെ 3 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.